സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും എൻ്റെ ഗുരുനാഥനും ശ്രീരാമദാസ ആശ്രമത്തിൻ്റെ മഹാഗിരിയാണ് സ്വാമി സത്യാനന്ദ സരസ്വതി പ്രഭാതങ്ങളുടെ മാതാരവിന്ദങ്ങളുണ്ട്. പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാതാരവിന്ദങ്ങളുണ്ട്. സർവശക്തി സ്വരൂപിണിയായി ഇവിടെ വിരാജിക്കുന്ന അണിയൂർ ശ്രീ ദുർഗാ പരമേശ്വരിയുടെ പാതാരബന്ധങ്ങളിൽ ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോ ഹൃദയകമലത്തിൽ വസിക്കുന്ന ആ ശക്തി ചൈതന്യത്തിൻ്റെ പാതാരബന്ധങ്ങളിൽ എൻ്റെ വാക്കുകളാകുന്ന പുഷ്പങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒരു വലിയ സുദിനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൽ പങ്കെടുക്കുവാൻ സാധിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞാൻ കരുതുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വേദിയിലിരിക്കുന്ന മഹത്വ്യക്തികൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം പരിചയമുണ്ട്. അതിന് പ്രേരണ നൽകിയ ഗുരു സാന്നിധ്യം, ഇതിനെല്ലാം തന്നെയാണ് നാം നമ്മുടെ പഞ്ചമഹായജ്ഞത്തിൽ ഋഷിയജ്ഞം എന്നേ ഉൾപ്പെടുന്നത്. ഏതൊരു ഗൃഹസ്ഥനും പഞ്ചമഹായജ്ഞത്തിലൂടെ വേണം മുന്നോട്ട് കടന്നു പോകുക. ഈ പഞ്ചമഹായജ്ഞം എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഋഷിയജ്ഞം എന്ന് പറയുന്നത്. അത് നമ്മൾ പൂർത്തീകരിക്കുന്നത് ഋഷിപ്രോക്തങ്ങളായ ഗ്രന്ഥങ്ങളെ സ്വാധ്യായം ചെയ്തും മന്ത്രങ്ങളെയും മറ്റും ഉപാസന ചെയ്തും ദേവതകളെ പ്രീതിപ്പെടുത്തിയും നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യത്തെ സംരക്ഷിക്കുകയും അടുത്തു വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ നാം ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഋണം, ഋഷി ഋണം എന്ന് പറയുന്നത് നമ്മൾ അതിന് മുക്തമാകുന്നത്. പണ്ട് നമുക്കറിയാം, ഭാരതത്തിൽ ഉണ്ടായിരുന്ന മഹത്തായ സർവകലാശാലകൾ, നളന്ദ, തക്ഷശില തുടങ്ങിയവയും ഗുരുകുലങ്ങളും എല്ലാം തന്നെ ഇപ്രകാരത്തിലുള്ള ഒരു പാരമ്പര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വൈദേശിക ആക്രമണങ്ങൾ കൊണ്ട് അവയെല്ലാം നമുക്ക് നഷ്ടമായി. അതിനു പുറകെ ബ്രിട്ടീഷ് അവരുടെ ആധിപത്യം തന്നെ, മെക്കാളെ പ്രഭുവാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മാറ്റി എഴുതിയത്. അദ്ദേഹം തന്നെ തന്റെ രാജ്ഞിക്ക് എഴുതിയ കത്തുകളിൽ പറയുന്നുണ്ട്, അന്ന് ഇവിടെ ബ്രിട്ടീഷുകാർ വരുമ്പോൾ ലക്ഷക്കണക്കിന് ഗുരുകുലങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിലൂടെ സംസ്കൃതം എന്നൊരു ഭാഷ അവർ ശീലിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ അതിൻ്റെ മൂലമായ ഈ സംസ്കൃത ഭാഷയെ ഇല്ലാതാക്കിയേ പറ്റൂ. ഇന്നത് പബ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡോക്ടർ രാജീവ് ദീക്ഷിത് എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തി, ഇന്ന് അദ്ദേഹമില്ല, അദ്ദേഹം ലണ്ടനിൽ പോയി ലൈബ്രറിയിൽ നിന്ന് ഇതെല്ലാം എടുത്ത് പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഈ കത്തുകളിലൂടെ എല്ലാം പറയുന്നത് എത്ര മഹത്തായ ഒരു പാരമ്പര്യമായിരുന്നു നമ്മുടേത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ആ അവസ്ഥയിൽ നിന്നും നമ്മൾ ഇന്ന് അകപ്പതിച്ച് 1947 സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയെങ്കിൽ പോലും യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നാം നമ്മുടെ പൈതൃകത്തിൽ ഊറ്റം കൊള്ളുന്നവരാകുമ്പോൾ മാത്രമാണ്. അതിനുള്ള ഒരു ശ്രമം ഇതുവരെയുള്ള നമ്മളെ ഭരിച്ച ബ്രിട്ടീഷുകാരുടെ പിന്തുണച്ചക്കാർ ചെയ്യാതെ പോയതിൻ്റെയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ അവസ്ഥ.
അതിൽ നിന്നൊരു മാറ്റം വരുവാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെറിയ ഏറെ ശ്രദ്ധേയമാണ്. ഹിന്ദു എന്ന പദം പോലും ഉച്ചരിക്കാൻ മടിയുള്ള, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുവാൻ മടിയുള്ള ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമുക്കറിയാം, സ്വാമിജിയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെയധികം സമൂഹത്തിൽ മാറ്റങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ഓരോ യുഗത്തിലും ഭാരതത്തിലെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഈ വിപ്ലവകരമായ ഹിന്ദുവിന്റെ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച ചട്ടമ്പി സ്വാമികൾ, അതിനുശേഷം ആഗമാന സ്വാമികൾ, സ്വാമിജി ഒക്കെ തന്നെ എടുക്കുമ്പോൾ നമുക്കറിയാം എത്ര കണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി അവർ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോഴും ഈ ഒരു കാര്യത്തിന് മാത്രമാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കാത്തത്. ബാക്കി നമുക്കറിയാം, ഒരേ സമൂഹത്തിൽ നിന്നും തന്നെ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു കുട്ടി എന്താണ് കാണിച്ചു കൂട്ടുന്നത്, ആ കുട്ടി ആ സമൂഹത്തിൽ നിന്ന് പോകുന്ന, പള്ളികളിൽ പോകുന്ന ഒരു കുട്ടി എത്ര അച്ചടക്കത്തോടെ അവിടെ പെരുമാറുന്നു. നമ്മുടെ കുട്ടി ക്ഷേത്രത്തിൽ ഇടത്തോട്ട് ഓടുന്നു, ഇടത്തോട്ട് ഓടുന്നു, എന്ത് ചെയ്യണം അറിയില്ല, മണിയുണ്ടെങ്കിൽ മണി അടിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിൽ അവൻ വ്യാപൃതനാണ്. നമ്മൾ ആർക്കും അവനെ ശ്രദ്ധിക്കാനുള്ള സാഹചര്യം പോലുമില്ല. ഇതാണ് ഒരു ഹിന്ദു